എൻ്റെ പേര് റിയ സെബാസ്റ്റ്യൻ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. മാർച്ച് 2-ാം തീയതിയാണ് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയൻ ഓൾറെഡി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവൻ അവിടുന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം കൃപാസനത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ അന്ന് വന്നെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ലൈനിൽ വരെ നിന്നതാണ്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാതെ അന്ന് തിരിച്ചു പോയി. പക്ഷെ ഞാൻ പോയെങ്കിലും മാതാവ് എന്നെ മുറുകെ പിടിച്ചിരുന്നു. ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് OET എനിക്ക് 2024 കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓസ്ട്രേലിയക്കാണ് പ്രോസസ്സ് കൊടുത്തിരുന്നത്. അത് പല തടസ്സങ്ങൾ മൂലം നടക്കാതിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ UK പ്രോസസ്സ് ഓൾറെഡി കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ആ പൈസ കൊടുത്തതൊക്കെ മറന്നു പോയി. അപ്പോൾ ഏജൻസിക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, OET കഴിഞ്ഞ് CBT എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് നീ പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നീ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഓസ്ട്രേലിയയുടെ എല്ലാം തടസ്സങ്ങൾ വന്നുകൊണ്ട് തന്നെ ഞാൻ UK നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ UK പ്രോസസ്സ് കൊടുത്തു. ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് OSCE എന്ന് പറഞ്ഞൊരു എക്സാമാണ്. അത് നമ്മൾ UK പോയി എഴുതണമായിരുന്നു. അപ്പോൾ അതിന് നല്ല കാശ് മുടക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പോയി എഴുതാമെന്നുള്ള തീരുമാനത്തിൽ കാശ് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ UK ഞാൻ പോയി. അവിടെ പോയി എക്സാം എഴുതിയിട്ടും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പം UK അയർലൻഡിലൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അവിടുത്തെ RN-ആയി എനിക്ക് രജിസ്ട്രേഷനും കിട്ടി. പക്ഷേ ആപ്ലിക്കേഷൻ എത്ര കൊടുത്തിട്ടും എന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോലും എവിടെ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി പോയി. എങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ നമുക്കങ്ങനെ കുർബാനയൊന്നും കൂടാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുറുകെ പിടിച്ചിരുന്നു. എന്നും കുർബാന കൂടുകയും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് എവിടെ നിന്നും കോളുകളൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് നിന്നിരുന്നത് ലണ്ടനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ എൻ്റെ ഒരു കസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ കെയർ ഹോമുകളിൽ കൂടെ കയറി ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഒരു കെയർ ഹോമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, അവർ ഡയറക്റ്റ് എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ HR-ൽ നിന്ന് ചോദിച്ചിട്ട് അവർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിന് കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെ സെലക്ട് ചെയ്തു, നിനക്ക് ഡ്യൂട്ടിക്ക് അടുത്ത ദിവസം തൊട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇൻ്റർനാഷണലിൽ പോയത് കൊണ്ട് അവിടെ ചെന്നിട്ട് OSCE എക്സാമൊക്കെ എഴുതി RN എഴുതി. പക്ഷേ അവരെനിക്ക് സ്പോൺസർഷിപ്പ് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ ജോലിക്ക് കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഇൻ്റർവ്യൂ കിട്ടി, അവർ സെലക്ട് ചെയ്തു, അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് വരെ വരാമെന്ന് പറഞ്ഞെടുത്തെന്നാണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയോ എനിക്ക് മിസ്റ്റേക്കുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടത്തിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു ഇവിടുത്തെ ഓൾറെഡി. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ഒത്തിരി പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചത് ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാനിരുന്നത്. പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈശോയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓൺലൈനായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ മാർച്ച് 2-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് 2:30 മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2:30 ഞാൻ ഓൺലൈൻ ഉടമ്പടി തുറന്ന് എല്ലാം വായിച്ച് എൻ്റെ നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോബിന് വേണ്ടി കോള് വന്നു. ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എവിടുന്ന കോള് വന്നതെന്ന് പോലും. എന്നിട്ട് ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവർ ജസ്റ്റ് എൻ്റെ റീസെൻ്റ് എക്സ്പീരിയൻസ് മാത്രം ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒത്തിരി സെർച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അവരെവിടുന്ന കോള് വന്നേന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ മാർച്ച് 5-ാം തീയതി പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് എന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഉയർത്തി. അതിന് മാതാവിനോട് ഈശോയോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവർ മാർച്ച് 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനായിട്ട്. 10-ാം തീയതി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരാം. പക്ഷേ അവർക്ക് വേണ്ടിയിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ക്യാൻസർ പേഷ്യൻസിനെ നോക്കുന്നതായിരുന്നു. എനിക്ക് 2019 തൊട്ട് 2021 വരെയാണ് ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കുഞ്ഞുപിള്ളേരെ നോക്കുന്ന ICUവിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് പോലും അവരെന്നെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടായാണ് എന്നെ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ഇൻ്റർവ്യൂവിന് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് വരാൻ 5 മണിക്കൂർ ദൂരമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ ഓൺലൈനായിട്ട് എടുത്തുകൊണ്ട് അതിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കാശുരൂപവും
പിന്നെ കൃപാസനം എഴുതി ഇവിടുന്ന് എഴുതിയ പെന്നും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു കീച്ചെയിന് കൃപാസന മാതാവിൻ്റെ രൂപത ഉണ്ടായിരുന്ന കീച്ചെയിനൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ആയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. അവിടെ അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റി. അവർ 10-ാം തീയതി വിളിച്ചു, 12-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആകെ ഒരു ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത്. ആ ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം അറിയാവുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓൾറെഡി കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ഇങ്ങനെ ഏജൻസികളൊക്കെ ഉണ്ട് നമ്മളെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനും ബാക്കി നമ്മളെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇനിയും മുടക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, അപ്പം നീയായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അന്ന് പോയി. അവരെന്നെ സെലക്ട് ചെയ്തു അന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് എന്നെ പാസ്സായെന്ന് അവർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നീ നന്നായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുള്ളതാണെന്നൊക്കെ. പക്ഷേ അവിടെ മാതാവ് വന്നാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാം സംസാരിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയെ മാതാവിനെ മുറുക്കെ പിടിച്ച് ഞാൻ അന്നോട്ട് നന്നായിട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എൻ്റെ പ്രോസസ്സുകളെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് വിശുദ്ധ വാരം, പെസഹ, ഈസ്റ്ററൊക്കെ കൂടണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അവിടുത്തെ പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മാർച്ച് 31-ാം തീയതി തന്നെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. ബാക്കി വിശുദ്ധ വാരത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ കൂടാൻ പറ്റി. അത് കഴിഞ്ഞ് എനിക്ക് PCC എടുത്ത് പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വിസ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകുമായിരുന്നു. അങ്ങനെ ലേറ്റായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ എന്നും മാതാവിനോട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോയിട്ട്. അപ്പം അമലോത്ഭവ മാതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് തന്നെ എനിക്ക് വിസ വന്നു. വിസ വന്നിട്ട് ഞാൻ മെയ് 22-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്തേക്കുകയാണ് ഇപ്പോൾ UK പോകാനായിട്ട്. എനിക്കവിടെ ഒരു ജോലി ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത് കഴിഞ്ഞ് ഒരു കാശ് മുടക്കിൻ്റെ ആവശ്യം വന്നില്ല. എല്ലാം അവരാണ് എടുത്തത്. ടിക്കറ്റ് ഞാൻ എടുത്തെങ്കിലും അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെയും പൈസ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിസയ്ക്ക് വേണ്ടി കൊടുത്തതും എന്നെ അവിടെ കൊണ്ടുപോകുന്നതും എനിക്ക് അതുമാത്രമല്ല 3 മാസത്തെ അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മാതാവ് ഈശോയും വഴി എനിക്ക് നടന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് വസ്തുക്കളൊന്നും ഇല്ലായിരുന്നെങ്കിലും കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിരുന്നു. ഞാൻ ഓരോ രഹസ്യം ചെല്ലുമ്പോൾ, ഓരോ നിയോഗം വെക്കുമ്പോൾ എൻ്റെ നിയോഗത്തിൻ്റെ കൂടെ ബാക്കി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് കടമുണ്ടെങ്കിലും കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും സഹായിച്ചു. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ കൂടുതലായിട്ട് ഞാൻ എല്ലാവരെയും സഹായിക്കാനായിട്ട് തുടങ്ങി. നാട്ടിൽ വന്നപ്പോൾ പോലും പല അനാഥ മന്ദിരങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അവരോട് സംസാരിക്കുക, അവർക്ക് പൈസയൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 18-ാം തിരുവചനം. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. റിയ സെബാസ്റ്റ്യൻ എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ OET എക്സാം എഴുതുവാനും OSCE എക്സാം എഴുതാനുമെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ നന്ദി പ്രകാശനമാണ് ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. ഒരു UK വിസ, വർക്കിംഗ് വിസ അവിടെ പെർമനൻ്റായി ലഭിക്കുന്നതിന് ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. താൻ ഉടമ്പടിയെടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കോൾ വരികയും വളരെ ലളിതമായ രീതിയിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും വളരെ സ്പോണ്ടേനിയസായി അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുവാനും അവർക്ക് വളരെ താല്പര്യം ജനിക്കുന്ന രീതിയിൽ അവർക്ക് ഉത്തരം നൽകുവാനും സാധിച്ചു എന്നുള്ള റെസ്പോൺസ് കൂടി ഇൻ്റർവ്യൂവർ ഈ മകൾക്ക് നൽകിയതായി ഇവിടെ ഏറ്റുപറയുകയാണ്. എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു കൈവെപ്പുണ്ടെന്ന്
ഈ മകൾ ഏറ്റുപറയുകയാണ്. കാരണം എപ്പോഴെല്ലാം ഞാൻ ഈശോയെ കാണണം, എനിക്ക് ദിവ്യബലിയിൽ പങ്കുകൊള്ളാൻ സാധിക്കാതിരുന്നപ്പോഴെല്ലാം ആ ഈശോയോടുള്ള ആ സ്നേഹവും ദാഹവും ഈ മകൾ പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എപ്പോഴും മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയും തൻ്റെ ജീവിതത്തിലെ എല്ലാം ശരിയായി എല്ലാം ഓക്കെയായി എന്ന് വരുമ്പോൾ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ, പ്രതിസന്ധികൾ വരുമ്പോഴും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുവാൻ, പിന്നെ അത് കുടുംബത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഒരുപാട് മക്കളെ ഇവിടെ ഉടമ്പടി ചെയ്യുവാനായി വാഹനത്തിൽ കൊണ്ടുവരുന്ന ഒരു പതിവ് വീട്ടിലുള്ളതുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായി ഭംഗിയായി വിശ്വസ്തയോടുകൂടി ചെയ്യണമെന്നുള്ളൊരു പേടി കൊണ്ട് ഈ മകൾ ഉടമ്പടി ചെയ്യാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോഴാണ് മനസ്സിലായത് തനിക്കിവിടെ വരാനുള്ള വിളി പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. ഈശോ എനിക്കതിന് എല്ലാ യോഗ്യതകളും നൽകും. തൻ്റെ അയോഗ്യതകളിൽ അയോഗ്യതകളെല്ലാം കൃപയാക്കി മാറ്റി ഇൻ്റർവ്യൂ എല്ലാം കൃത്യമായി ചെയ്ത് പരിശുദ്ധ അമ്മ തന്നെ അതിനുവേണ്ടി സംസാരിച്ച് ഈ മകൾക്ക് UK വിസ മെയ് 13 നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ആ ഫീസ്റ്റ് ദിനത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി. ഈ മകൾ പറയുന്നത്, എനിക്ക് ഇന്ന് അവിടെ 3 മാസത്തെ അക്കോമഡേഷൻ, സ്പോൺസർഷിപ്പ് എല്ലാം വളരെ പെട്ടെന്ന് വളരെ ഫ്രീ ആയി 3 മാസത്തേക്ക് ഫ്രീ ആയിട്ടാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കുന്നതിലപ്പുറം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സ്നേഹിച്ച് കരുതലോടെ ആലിംഗനം ചെയ്യുന്ന ഒരു നല്ല സാക്ഷ്യമാണിത്. മകൾ പറയുന്നു, എനിക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ അവിടെ സാധ്യതകൾ കുറവായിരുന്നു. ഞാൻ എന്നെപ്പോലെ സങ്കടപ്പെടുന്നവർക്ക് എന്നോട് ആരെല്ലാം സഹായം അപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതാണൊരു വലിയ കാരുണ്യപ്രവൃത്തിയായി ഈ മകൾ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിൻ്റെ അയൽക്കാരനെ പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ പറയുന്നത്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ്. അതുപോലെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ കൃപയും മനസ്സിലാക്കാനുള്ള കൃപ, സങ്കടപ്പെടുന്നവർക്ക് എപ്പോഴും ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുള്ള കൃപയെല്ലാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തീർത്ഥാടക ഉടമ്പടി എടുത്തപ്പോഴാണ് മനസ്സിലായത് നേർച്ച വസ്തുക്കളിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുമെന്ന്. അങ്ങനെ സെബാസ്റ്റ്യൻ ഒരു വലിയ പ്രതീക്ഷയുടെ, ഒരു വലിയ പ്രത്യാശയുടെ സാക്ഷ്യം നമ്മുടെ മുൻപിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോലി തടസ്സമുള്ളവരെ, വിദേശത്ത് പോകാൻ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.